കുറച്ച് ദിവസങ്ങളായി ഈ യൂട്യൂബ് ചാനലിൽ ഒരു ഭയങ്കര തരംഗമായിട്ട് റിയാക്ഷൻ വീഡിയോസും ഭയങ്കര കോണ്ടന്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമാണ് പ്രവീൺ പ്രണവ്. ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും അവർ തമ്മിൽ സെപ്പറേറ്റ് ആയതിനെ കുറിച്ചും രണ്ടുപേരും രണ്ട് തരത്തിൽ നിന്ന് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന രീതിക്ക് വരുന്നു. ലാസ്റ്റ് വരയ്ക്കും ഈ പ്രവീൺ പ്രണവിനെ അപ്പം നടക്കറിയുന്നു. കൊറോണ സമയത്ത് മീൻസ് 2020 2021 കൊറോണ സമയത്ത് ഇവരുടെ ഡാൻസ് ഭയങ്കര വൈറലായിരുന്നു. ആ സമയത്തൊക്കെ ഇവരുടെ ഡാൻസ് ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് യൂട്യൂബ് ചാനലായി ഏകദേശം 4 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളായിരുന്നു. ഒറ്റ ചാനലല്ല, രണ്ടുപേരുടെയും ചാനലായിരുന്നു. ഇപ്പം റീസെന്റ് ആയിട്ട് പ്രവീണിന്റെ കല്യാണം കഴിഞ്ഞു. വ്ളോഗ്സും പിന്നെ കല്യാണ വ്ളോഗ് കഴിഞ്ഞു, പ്രഗ്നൻസി വ്ളോഗ് ആയിരുന്നു, അതായിരുന്നു ഫുൾ കോണ്ടന്റ് ആയിട്ടിരുന്നത്. ഇപ്പൊ നമ്മൾ ഈ വീഡിയോയുടെ കമന്റ്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവർക്ക് ഇത്രയും റീച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ സുജിത് ഭക്തൻ, FRK, ഷസാം, ഇവർക്ക് പോലും ഇത്രയും ഫോളോവേഴ്സ് ഇല്ല. അവരൊക്കെ അത്യാവശ്യം മനുഷ്യർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും ടെക് വീഡിയോസും ട്രാവൽ വീഡിയോസ് ഒക്കെ ചെയ്ത് അവർ അത്യാവശ്യം 1 മില്യൺ എന്തൊക്കെ ഉള്ളൂ. പക്ഷെ ഇവർക്ക് 4 മില്യൺ എന്നൊക്കെ കാണുമ്പോൾ അതിന്റെ റീസൺ എന്നാ കൂടി മനസ്സിലാക്കണം. ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ്. ഒരു ദിവസത്തിൽ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിലിരുന്ന് ബേസിക്കലി എനിക്ക് അങ്ങനെ ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് എനിക്ക് താല്പര്യം കുറവാണ്. എനിക്ക് ഈ ടെക് ട്രാവൽ അങ്ങനത്തെ ഇതാണ് ഇഷ്ടം. അപ്പോൾ കൂടുതലും പേർക്കും ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ഇഷ്ടമായതുകൊണ്ട് അവരങ്ങനെ പോപ്പുലറായി. പിന്നെ അവരുടെ റിലേഷൻ, അതായത് ഇവരുടെ അനിയൻ ചേട്ടൻ ബോണ്ട്, അമ്മ മക്കൾ ബോണ്ട്, ഫാദർ മദർ ബോണ്ട്, ഈ ബേസിക് ആയിട്ട് ഇവരുടെ ആ ഒരു ഇങ്ങനെ വെച്ചാണ് ഇവര് ആ ഓഡിയൻസിനെ എന്താ കൈയെടുത്തത്. അതായത് എന്താ ഇങ്ങനെ കേരളത്തിൽ ഇങ്ങനെ ഫാദർ മദർ ഇങ്ങനെ അങ്ങനെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന വീഡിയോയിലൊക്കെ വന്ന് പോകുന്ന എല്ലാം എങ്ങനെ എനർജറ്റിക് ആയിട്ട് ചെയ്യണ ഫാദർ മദർ ഉണ്ടെന്ന് നമ്മളെ കാണിച്ച് ഇതാക്കി. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇതൊക്കെ അതൊന്നും ഞാൻ എപ്പോഴും പറയാറുണ്ട് വീഡിയോയ്ക്ക് വേണ്ടി ചുമ്മാ എന്താ പ്രകാശനം മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അത് കറക്റ്റും ആയിട്ടുണ്ട്. ഇപ്പൊ അവരുടെ ഒരു എന്താ പറയുക, ഫാമിലിയുടെ ഏറ്റവും വലിയ ഒരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ ആ വീട്ടിലേക്ക് മീൻസ് ലാസ്റ്റ് ആ വീട്ടിലുണ്ടായിരിക്കുന്ന പ്രണവ് എന്ന് പറഞ്ഞ കുട്ടിയാണ്. അതിനുശേഷം അയാൾക്ക് തന്നെ ഒരു 25-26 വയസ്സുണ്ടാവും. അത്രയും വർഷത്തിന് ശേഷം ഒരു കുട്ടി ഉണ്ടാവുമ്പോൾ എല്ലാവരും അവിടെ യുണൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നിരിക്കണം. പക്ഷെ ഇതിലെന്തായെന്ന് വെച്ചാൽ പ്രവീൺ ഇട്ടിരുന്ന വീഡിയോസിൽ ഈ പ്രവീണിന്റെ അനിയൻ കൊച്ചു പ്രണവ് എന്ന് പറഞ്ഞ ആളും ഫാമിലീസ് ആരും വന്നിട്ടില്ല എന്നുള്ള രീതിക്കായിരുന്നു. ഇന്ന് കുറച്ചു നേരം മുമ്പ് പ്രണവിന്റെ എക്സ്പ്ലനേഷൻ. നമ്മളും ഈ ഡെലിവറിയുടെ വീഡിയോ ഇവര് ഹോസ്പിറ്റലായിരുന്നപ്പോ ഒക്കെ ഹോസ്പിറ്റലായിരുന്നപ്പോ ആദ്യം ഗവൺമെന്റ് എന്താന്ന് നമ്മൾ ചിന്തിച്ചു. ഞങ്ങൾക്കും തക്ക ഉണ്ടാകുന്നതിന് മുമ്പ് ഞങ്ങളും വൈക്കം ഗവൺമെന്റ് ഹോസ്പിറ്റലായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. കാരണം കുറച്ചുകൂടി കംഫർട്ട് അതായിരിക്കും ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവസാനം ഞങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് ഭാഗ്യം സിസേറിയൻ തന്നെയായിരുന്നു എനിക്ക്. അതിനുശേഷം ഇവരുടെ ഫാമിലി എന്ത് ചെയ്യുന്നു നമ്മളും ആരായാലും ചിന്തിക്കും. ഏതൊരു ഇവരുടെ വീഡിയോസ് കാണുന്ന എല്ലാത്തിലും ഇവരുണ്ടാവും. ഇവരുടെ വീഡിയോസ് ഒന്നല്ല, ഇപ്പം എല്ലാ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് ആയിട്ട് കാണിക്കുന്ന ഒരാള് പെട്ടെന്ന് അമ്മയച്ചൻ അമ്മയമ്മ എന്ത് ചെയ്യുന്നുള്ളൊരു ചോദ്യം വരുമെന്നെങ്കിലും പേടിച്ചിട്ടില്ല അവർ വന്നേനെ. അപ്പൊ അതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇവര് തമ്മിൽ എന്തോ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്ര ഈ ഡെലിവറി സമയം വരെ ഇത്രയ്ക്ക് മൃദുലാന്ന് പറഞ്ഞ പുള്ളിക്കാരത്തേക്ക് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നോണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് പ്രൈവറ്റിലേക്ക് റെഫർ ചെയ്യുക എന്തോ ചെയ്തത്. അല്ല, അവർ പ്രൈവറ്റിലായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്, ഗവൺമെന്റിലേക്ക് റെഫർ ചെയ്ത് വിട്ടത്. അത് അവരുടെ ഇഷ്ടം. പ്രൈവറ്റ് വേണോ ഗവൺമെന്റ് വേണോ അതൊക്കെ അവരുടെ പേഴ്സണൽ. അതിനും കുറെ കമന്റ്സ് വന്ന് കുറെ ക്രൂസിഫിക്കേഷൻ അനുഭവിച്ച ആളാണ് അയാൾ. എന്നിട്ട് പോലും നമ്മൾ ഇവര് വരാത്ത എന്തായാലും ഇവരുടെ വീഡിയോസ് കാണുന്നവർ എന്തായാലും ചോദിക്കും. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് എന്തായാലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവുന്ന ഞാൻ അപ്പോൾ പറഞ്ഞായിരുന്നു. എന്നിട്ട് അതിനുശേഷം ഇവരുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ ശേഷം എന്നിട്ടാണ് പതുക്കെ വീഡിയോ ഇട്ടത്. ഇവര് എക്സ്പ്ലനേഷൻ ആയിട്ടുള്ള ഇവര് എല്ലാവരും ഓഡിയൻസ് ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ ഭാര്യയുടെ വാട്ടർ ബ്രേക്ക് ആയി, അതുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലാണ്, ഭാര്യ അവിടെ വേദനയിൽ കഴിയുകയാണെന്നൊക്കെ പറഞ്ഞ് സത്യമായിട്ട് ആ സമയത്ത് എങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റണമെന്ന് എനിക്കറിയത്തില്ല. ഇതേ സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ ഡെലിവറി കഴിഞ്ഞാലാണ് മാളവിക കൃഷ്ണദാസ്. പുള്ളിക്കാരത്തിന്റെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷെ ഇങ്ങനെ ഈ ക്രൂഷ്യൽ സിറ്റുവേഷനിലും ഇല്ലെങ്കിൽ 1.5 മാസമായിട്ട് അവർ ട്രോമയ്ക്കോടെയാണ് പാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാലും കൃത്യമായിട്ട് വ്ളോഗിടാൻ അവർ മറന്നിട്ടില്ല. അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞ് ഇവര് എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നതെന്ന് വെച്ചാൽ മെയിൻ പോയിന്റ് എന്താ വീട്ടിൽ പ്രശ്നം ഉണ്ടായ ആ രീതിയിൽ ഈ പ്രവീൺ പറഞ്ഞു തുടങ്ങി. എന്നിട്ട് എന്താ കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഇവരുടെ ഒരു സ്വന്തമായിട്ട് അഡ്രസ്സ് പോലും എഴുതാൻ പറ്റാത്ത അവസ്ഥ ആയി, അങ്ങനെയൊക്കെ എന്തോ ആയി എന്നൊക്കെയാണ് പ്രവീൺ പറയുന്നത്. പിന്നെ ഇവർ വാടക വീട്ടിലേക്ക് പോകാൻ പോകണു. ഒരു ഇഷ്യൂ ഉണ്ടായി അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടായ സമയത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇത് അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഇവരെ കൺവിൻസ് ചെയ്ത് അല്ലെങ്കിൽ ഇവരെ കൺസോൾ ചെയ്ത് കൂട്ടിക്കൊണ്ട് പോകണം എന്നുള്ളത്. വേറെ ഏത് സിറ്റുവേഷനാണ് പ്രവീൺ നിന്നിരുന്നെങ്കിലും ഇത് അവന്റെ പദ്ധതി തെറ്റാന്ന് പറയാം. ഒരു കുഞ്ഞുണ്ടായി ആ കൊച്ചാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഈ സിറ്റുവേഷനിലല്ലായിരുന്നു അവരങ്ങനെ ചെയ്യേണ്ടിയിരുന്നത്. കുറച്ചുകൂടി എന്താ പറയണ്ടേ, ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് കുറച്ചുകൂടി പക്വത ഉണ്ടാവേണ്ടതല്ലേ. അതാ ഇപ്പൊ നമ്മള് പ്രണവിന്റെ വീഡിയോ പ്രവീണിന്റെ വീഡിയോ കണ്ടതിന് ശേഷം ശരിക്കും ഞാൻ അവനാണ് സപ്പോർട്ട് ഞങ്ങൾ കരുതിയിരുന്നത്. പ്രവീണിനാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്തത് ഈ സമയത്ത്. അതെന്തായാലും അവന് നല്ലോണം അറിയാം ഇങ്ങനെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ
ഇതും പറഞ്ഞ, അല്ലാണ്ട് തന്നെ ഫുള്ള് സപ്പോർട്ട് പ്രവീണാണ്. പ്രവീൺ തന്നെയായിരുന്നു. ഇതും കൂടെ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്തായാലും ഫുള്ളായിട്ട് സപ്പോർട്ട് അവനായിരിക്കും. പിന്നെ ഇവർ ഇന്ന് ഇപ്പൊ കുറച്ച് മുമ്പാണ് പ്രണവിന്, കാരണം ഞാൻ ഇപ്പം കംപ്ലീറ്റ്ലി ഇവരെ കാണാറുണ്ട്. കാരണം ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് പ്ലസ് എനിക്ക് അവരുടെ ഫാമിലി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓരോരുത്തരും ആഗ്രഹിക്കുന്ന രീതിക്കുള്ള ഒരു ഫാമിലി ആയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. അങ്ങനത്തെ ഒരു ഫാമിലി ലൈഫ് ആയിരുന്നു. ഈ അമ്മായിയച്ഛൻ മരുമകൾക്ക് പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഉമ്മ കൊടുത്തിട്ട് വിടുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, എല്ലാ കഥയിലും അമ്മായിയമ്മ അമ്മായിയച്ഛന്മാരായിരിക്കും വില്ലന്മാര്. എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയായിരിക്കും. കല്യാണം കഴിഞ്ഞ് ഏത് കൂട്ടുകാരികളെ കൂട്ടുകാരെ വിളിച്ചാലും എന്താ പുറത്ത് മീൻ മേടിക്കാനോ അല്ലെങ്കിൽ പുറത്ത് ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പോവാണെങ്കിലും അമ്മയ്ക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ഇവർ രണ്ടുപേരും പുറത്ത് പോകുള്ളൂ. അതൊക്കെ ഞങ്ങൾ സത്യമായിട്ട് കരുതുന്നത് ശരി. ആ ഒരു ഇന്റിമസി, ആ ഒരു അറ്റാച്ച്മെന്റ് അങ്ങനെയായിരുന്നു കരുതുന്നത്. അങ്ങനെ ഒരു അമ്മയാണ് അമ്മയച്ഛനും ആണെന്നെങ്കിൽ ഉറപ്പായിട്ടും അവന്റെ ഏറ്റവും വലിയ സന്തോഷത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനത്തെ ഒരു ദുഃഖ സമയം കൊടുക്കുകയല്ലായിരുന്നു. ഇതിലൊരു ഒരു നെഗറ്റീവും കൂടെ ഉണ്ട്. ഇപ്പൊ പ്രണവ് പറയുന്ന വെച്ചാൽ ഈ ആ സമയത്ത് മൃദുലയുടെ ബർത്ത്ഡേ ആയിരുന്നു, കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അവർ ആ സമയത്ത് പുറത്തുണ്ടായിരുന്നു. ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിനെ വാടിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്തും ഈ പ്രവീണിന്റെ അമ്മ പുറത്തുണ്ടായിരുന്നത്. പക്ഷെ ഇതൊന്നും വീഡിയോയിൽ പ്രവീൺ ഇട്ടില്ല. എനിക്കറിയില്ല ആ സമയം. ഇപ്പോഴും എനിക്കറിയില്ല ഇത് നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്ത് ഒരാളെ എഗൻസ്റ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നേരി കാണാത്ത കാര്യം ഒരിക്കലും അതായത് രണ്ടുപേരും കൂടെ ഒരുമിച്ച് എന്താ ഒരു വീഡിയോ വന്ന് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇവരാ ഇത് പറഞ്ഞാൽ നമുക്ക് അഭിപ്രായം പറയാൻ പറ്റും. ഇപ്പൊ പ്രവീണിന്റെ വീഡിയോ കണ്ടു, പ്രണവിന്റെ വീഡിയോ കണ്ടു, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവരുടെ റിയാക്ഷൻ ഇടാതിരുന്നത്. അപ്പൊ രണ്ടുപേരും എന്തായാലും ആരെയും അവരെ തന്നെ സ്വയം സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിക്കുള്ളൂ. ഇതിനകത്ത് പ്രണവ് വന്നിരുന്നത് പ്രണവിന്റെ അച്ഛനും അമ്മേനെ സപ്പോർട്ട് ചെയ്തിട്ടാണ്. പ്രവീൺ വന്നിരുന്നത് ഞാൻ ചോദിച്ചു കല്യാണം കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവന്റെ ഭാര്യനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് പ്രവീൺ ചെയ്യുന്നത്. അപ്പൊ ആരൊക്കെ കമന്റ് ഇട്ടെന്ന് പറഞ്ഞു, കുഞ്ഞുണ്ടായത് കൊണ്ടാണ് അല്ലെങ്കിൽ അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള വഴക്ക് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് കമന്റ്സ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓടക്കാന്ന് പറഞ്ഞു. ഈ കമന്റ്സിന് എതിരായിട്ടായിരുന്നു പ്രവീൺ വന്ന് പറഞ്ഞിരുന്നത്. ഇപ്പൊ പ്രണവ് പറഞ്ഞു 1.5 മാസമായിട്ട് പ്രവീൺ പ്രണവിനോട് ചെയ്തിരിക്കുന്നതൊക്കെ വലിയ ഇതാണ്. ഈ 1.5 മാസത്തിന്റെ ഇടയ്ക്കാണ് ഇവർ ഗോവയിൽ പോയ ഒരു ട്രിപ്പിന്റെ ഒരു വീഡിയോ പോസ്റ്റും ചെയ്തിരുന്നത്. ആക്ച്വലി ഇവർ 5 ദിവസം മുമ്പ് പോയിട്ടുണ്ടാവുന്ന ഒരു വീഡിയോ 6ാം ദിവസമായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. കാണുന്ന നമ്മൾ എന്താ ചിന്തിക്കുന്നത് ആ സമയത്ത് പോയി. ഇവര് ഒരു 5 ദിവസം മാത്രമല്ല, ഇവരൊരു 2 ആഴ്ചക്ക് മുമ്പ് എടുക്കുന്ന വീഡിയോ 2 ആഴ്ചക്ക് ശേഷം അവർ ഇടുള്ളൂ, പോസ്റ്റ് ചെയ്യുള്ളൂ. ഓൾറെഡി ഈ പ്രവീണിനെ കുറിച്ച് ഒരു അലിഗേഷൻ വന്നിരുന്നു, വേറൊരു പെണ്ണുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് വന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് മൃദുലയുടെ കല്യാണം, ഇപ്പം കുഞ്ഞ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും. ഒരു സൈഡ് മാത്രം ഇപ്പം ഇത്രയും നേരം വരയ്ക്കും എല്ലാവരും പ്രവീണിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. കാരണം പ്രവീൺ മാത്രമേ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുള്ളൂ. അമ്മേനെ വിളിച്ചു വീടിന്റെ അഡ്രസ്സ് ഏതൊക്കെ താലൂക്കൊക്കെ ചോദിച്ചു. കുഞ്ഞിന്റെ പേരിൽ അഡ്രസ്സ് ഇല്ല എന്ന് പറഞ്ഞവൻ ഈ കുഞ്ഞിന് അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് ഇവരുടെ സ്വന്തം വീടാണ്. അവരിപ്പോഴും പറയുന്നുണ്ട് അവന്റെ വീടാണ്, അവന്റെ ഇതാണ്, എല്ലാം അവർക്കുള്ളതാണെന്നൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഇപ്പൊ എനിക്കറിയില്ല, ഇപ്പൊ ഈ പ്രണവ് ഇതിനകത്ത് പറയുന്നുണ്ട് അവർക്ക് സ്വന്തമായിട്ട് വേറെ വീട്ടിൽ പോയി വാടക വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, ഇവൻ എപ്പോ വേണമെങ്കിലും വരെ ഇവന്റെ കൂടെ വീട് അവനോട് വീടാണ് പിന്നെ ഇറങ്ങി വിടുന്നത്. എല്ലാവരും പറയുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാ പറയണത്. അവനോട് വീടാണെങ്കിൽ ഇറങ്ങി പോകാനും പറയാലോ, തിരിച്ച് കയറി വരാനും പറയാലോ. ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരാൻ പറയേണ്ടത് അവരുടെ കടമ തന്നെയാണ്. അതെ. ഇപ്പൊ നമുക്ക് എന്താ വെച്ചാൽ എനിക്ക് പേഴ്സണലി അറിയില്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യാനും എനിക്ക് ആരെ സപ്പോർട്ട് ചെയ്തിട്ട് ഇവര് പറഞ്ഞൊരു കണ്ടന്റ് ഉണ്ട്. ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും വന്ന് മീഡിയയോട് പറയണമെന്ന് ചോദിക്കുന്നുണ്ട്. ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലേ, അവരുടെ സന്തോഷമായിട്ടുള്ള മൊമെന്റ്സ് മാത്രമേ നിങ്ങൾ അറിയിക്കത്തുള്ളൂ എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ 6 പേരെ കണ്ടിട്ടുണ്ടെങ്കിൽ 6 പേരെയും കണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും വ്യൂവേഴ്സ് ചോദിക്കും. കാരണം വ്യൂവേഴ്സ് ആണ് ഇവർക്ക് ഇത്രയും ബാക്ക് ബോണായിട്ട് നിന്ന് കയറ്റി വിടുന്നത്. അവർ ഉറപ്പായിട്ടും ചോദിക്കും. ഒരു ഡെലിവറി ടൈമിൽ അമ്മായിയമ്മയും അമ്മായിച്ചനും ഇല്ല, അല്ലെങ്കിൽ അനിയൻ ഇല്ല എന്ന് ചോദിക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. എല്ലാവർക്കും അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. എന്താ പറയണ്ടേ, ഭർത്താവിന്റെ അനിയൻ വരണമെന്നോ ഭർത്താവിന്റെ അനിയത്തി വരണമെന്നൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇന്റിമസിയുടെ കാര്യങ്ങളാണ്. ഇല്ലാത്തവരും ഉണ്ടാവും കേട്ടോ, അങ്ങനെ ആയിരിക്കും. എല്ലാവരും ഒരേപോലെ ആയിരിക്കുകയില്ല. അതാണ് ഇപ്പൊ എന്താ നമ്മളിപ്പോ ഇവരുടെ ആ ഒരു ഭയങ്കര ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് കണ്ടുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ അനിയനെവിടെ അച്ഛനെവിടെ അമ്മ വേണം എന്നൊക്കെ ചോദിക്കണം. അല്ലാണ്ട് നമ്മളിപ്പോ അല്ലെങ്കിൽ നമ്മൾ ആരും ഇപ്പൊ അതായത് ഡെലിവറിയുടെ സമയത്ത് എല്ലാ വീട്ടുകാരും ഉണ്ടായിട്ടും കാര്യമില്ല, ഇല്ലെങ്കിലും കാര്യമില്ല. ആര് വന്നാലും വന്നില്ലേലും ഹസ്ബൻഡ് ഉണ്ടോ, വൈഫിന് എപ്പോഴും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഹസ്ബൻഡ് മാത്രമായിരിക്കും. സപ്പോർട്ട് ചെയ്യുന്ന പ്രണവ് പോലും നാളെ ഒരു കല്യാണം കഴിയുമ്പോൾ ഉറപ്പായിട്ട് അവന് മാറും. ആരും കോൺസ്റ്റന്റ് അല്ല. അതാണ് ഇപ്പൊ ഞാൻ പ്രവീണിനെ സപ്പോർട്ട് ചെയ്യില്ല, പക്ഷെ പ്രവീൺ അന്ന് അത്രയും കാര്യങ്ങൾ ആ വൈഫിന് ഒറ്റയ്ക്ക് ചെയ്തത് ഭയങ്കര വലിയൊരു കാര്യമാണ്. കാരണം തനി ഒരാളായിട്ട് പോയി നിന്ന് അവനെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവന്റെ ഒരു വലിയൊരു കാര്യമാണ്. എത്ര മൃദുലയുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിലും ഇവനാണ് കൂടുതലും സപ്പോർട്ട് കൂടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്തോണ്ട് അത് ശരിക്കും അത് നല്ലൊരു കാര്യമാണ്. പക്ഷെ ഇവരുണ്ടായിരുന്നു എന്ന് ഇവരും പറയുന്നു. ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്ത സമയത്തൊക്കെ ഇവർ പുറത്തുണ്ടായിരുന്നു എന്ന് പറയുന്നു. ശരിയായിരിക്കും കേട്ടോ, അമ്മയ്ക്ക് ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല. അവർ കരഞ്ഞോണ്ടാണ് വീഡിയോ ഇടുന്നത്. ഇടാത്തതായിരിക്കും. പക്ഷെ ഇതിലൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ആദ്യം ചെയ്ത് പ്രവീണാണ്. എന്തിനാ വീഡിയോ ഇട്ടത്? വെറുതെ ഒരു റീച്ച് കമന്റ്സ് ഇടുന്നവര് എന്തൊക്കെ ഇടുന്നു കമന്റ്. എല്ലാവരും എല്ലാത്തിനും റിയാക്ട് ചെയ്യാൻ നിൽക്കുകയല്ല. കമന്റ് ഇടുന്നവർ ഇട്ടിട്ട് പോട്ടെ, ഇത് ഫ്രണ്ടിൽ കൊണ്ടുവരണ്ടായിരുന്നു.
ഒരു ഫാമിലി ഇഷ്യൂ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഫ്രണ്ടിൽ കൊണ്ടുവരണ്ടായിരുന്നു. ഇപ്പം പ്രണവിന്റെ വായി തന്നെ വന്നു അവൻ ആ യൂട്യൂബ് ചാനൽ വേണം. സോ ഈ ചാനലിന്റെ വലിയ അടി ഉണ്ടായി. അത്രേ ഉള്ളൂ, ഊഹിക്കാവുന്നതേ ഉള്ളൂ. പ്രവീണിന് പുതിയൊരു ചാനൽ ഓപ്പൺ ആയി. പ്രണവ് കൊച്ചുവിന് ഒരു പുതിയ ചാനൽ ഓപ്പൺ ആയി. പ്രവീൺ ആ ചാനൽ എടുത്തു. പ്രണവ് കൊച്ചു എന്ന് പറഞ്ഞൊരു ചാനൽ, അത് പ്രവീൺ പ്രണവ് തന്നെ. ഇപ്പം അതാണ് അപ്പൊ ചാനൽ അവൻ ആ സംഭവം മുഴുവൻ എടുത്തോട്ടെ എന്ന് പ്രണവ് വിട്ടുകൊടുക്കുന്ന മെന്റാലിറ്റിയാണ്. ചാനലിൽ നിന്ന് കിട്ടുന്ന എന്തായാലും ആ ഒരു പൈസ മൊത്തമായിട്ട് അവന് വേണം. അതായത് ചാനൽ വേണമെന്ന് പറഞ്ഞാൽ തന്നെ ആ ചാനലിന്റെ മൊത്തം പൈസ റെമ്യൂണറേഷൻ മൊത്തം പ്രവീണിന് വേണമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആയിരിക്കാം, അല്ലായിരിക്കാം. ഇവർ വന്ന് ഓപ്പൺ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ക്രൂസിഫിക്കേഷൻ ചെയ്യുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് കഴിയണം. ഒരാളെ സപ്പോർട്ട് ചെയ്ത് മറ്റൊരാളെ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഈ പ്രവീണിന്റെ കമന്റ്സിനകത്ത് ഫുള്ളും പ്രവീൺ ചേട്ടൻ ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് അവരുടെ തെറ്റാണെന്നുള്ള രീതിക്കായിരുന്നു. ഇപ്പൊ അവരുടെ റിയാക്ഷൻ വീഡിയോ വന്നപ്പോൾ പകുതി അടഞ്ഞിട്ടുണ്ടാവും. എന്നായാലും നമ്മൾ ഈ കാണുന്നതൊന്നും അല്ല റിയൽ ലൈഫിൽ ഉണ്ടാവുക. അതിൽ ചിലതൊക്കെ മാത്രമേ റിയൽ ലൈഫിൽ ഉണ്ടാവുള്ളൂ. നമ്മൾ പറഞ്ഞു വരാന്ന് നമ്മൾ ഒരിക്കലും നമ്മൾ യൂട്യൂബിൽ ഒരു വ്ളോഗേഴ്സിന്റെ വീഡിയോ കണ്ടു, ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് കണ്ടു. അതായത് നമ്മൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് കണ്ട് കൂടുതൽ ഇൻസ്പയർ ചെയ്ത് നമ്മൾ ഇവരെ ഫാൻ ബേസും കൊടുത്തിട്ട് ഒരു നമ്മൾ ഇവരെ ജസ്റ്റ് ഒരു ഇത് കണ്ടു വിടുന്നു. അല്ലാണ്ട് നമ്മൾ അത് ഒരിക്കലും പേഴ്സണലായി നമ്മൾ ഒരിക്കലും അത് എപ്പോഴും മൈൻഡ് വെച്ചോണ്ടിരുന്നു ഇതാക്കിയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് നമ്മുടെ സ്വന്തം കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ല, അത് വേറെ ഒരാളുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അതിനകത്ത് വന്ന കമന്റ്സ് ചേട്ടന്റെ കുടുംബം ഒന്നിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നു ഇവര്. പക്ഷെ ഇവരുടെ ഇടയ്ക്ക് ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ അമ്മ ഒന്നിച്ചാൽ അവൻ എന്റെ ചേട്ടൻ തന്നെയാണെന്ന് പറയാനുള്ളൊരു ഇത് കാണിക്കുന്നുണ്ട്. എന്ത് ചെയ്തിട്ടും എന്റെ ചേട്ടൻ തന്നെയാണെന്ന് പറയുന്നതിനകത്ത് ഒരു അർത്ഥമില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക. അത് ചേട്ടനായാലും ശരി, അനിയനായാലും ശരി, അനിയത്തിയായാലും ശരി. ഇല്ലാത്ത ബന്ധങ്ങളൊന്നും കൂട്ടിച്ചേർക്കാൻ നിൽക്കരുത്. നമ്മൾ ഉപദ്രവിക്കുന്നത് ആരായാലും അവരെ വിട്ടിട്ട് പോകാന്ന് മാത്രമേ ഉള്ളൂ. അത് തന്നെയായിരിക്കും ഇവരുടെ രീതിക്ക് അവർക്കെല്ലാം പറയാൻ പറ്റും. നമ്മുടെ ലൈഫ് നമ്മൾ ഹാപ്പി ആക്കുക. അതിൽ പറ്റണ മൊമെന്റ്സ് മറ്റുള്ളവർക്ക് വേണ്ടി കാണിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അതായത് നമ്മൾ ഈ വ്ളോഗേഴ്സിന്റെ വീഡിയോസ് ഒന്നും കണ്ട ഒരിക്കലും അവരും എല്ലാവരും പൈസ ഉണ്ടാക്കാനാണ് എല്ലാവരും വ്ളോഗ് ചെയ്യുന്നതും വീഡിയോ ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നത്. എന്തായാലും എല്ലാവരും ചാറ്റിക്ക് വേണ്ടിയൊന്നും അല്ലല്ലോ എല്ലാവരും ഈ നമ്മളും അത് തന്നെ. നമുക്ക് റീച്ച് ഉണ്ടാവണം, ഫോളോവേഴ്സ് വേണം, വീഡിയോ ഇട്ട് ഓഡിയൻസ് എല്ലാവരും കാണണം. നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും വ്ളോഗ് തുടങ്ങുന്നതും വ്ളോഗ് ചെയ്യുന്നതും ബേസിക്കലി പൈസ ഉണ്ടാക്കാനാണ്. അതായത് ഇപ്പൊ മൂവി റിവ്യൂ ചെയ്യണ ആരായാലും ടെക് ആണെങ്കിലും ഇതുപോലെ ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും എല്ലാവരും ബേസിക്കലി പൈസ. ചിലവർ നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയിക്കണം എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവും. ഇപ്പൊ ഒരു കാറിന് റിവ്യൂ ഇട്ടാണ് അവൻ അവന്റെ പേഴ്സണലി അനുഭവിച്ചു. അല്ലെങ്കിൽ ഒരു FRK ഒക്കെ ഓരോ വ്ളോഗ് ചെയ്യുന്നു, അവൻ ഓരോ സ്ഥലത്ത് പോയി കണ്ടിട്ട് അവൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അവൻ വന്നിടുന്നു. അതുപോലെ സുജിത് ഭക്താൻ അവർക്കൊന്നും അറിയിച്ചില്ല. ഈ എന്താ പറയണ്ടേ കുക്ടപ്പ് ഞങ്ങൾക്ക് തന്നെ അറിയാം. ഞങ്ങൾ ഇങ്ങനെ എന്താ പറയുക 1 വർഷം മുമ്പ് എടുത്ത ചാനലാണ്. ഞങ്ങൾ ഇപ്പോഴാണ് ചാനലിലേക്ക് കുറച്ചുകൂടി ഇതായിട്ട് വന്നിരിക്കുന്നത്. ഞങ്ങൾക്കറിയാം ഒരു കണ്ടന്റ് എടുക്കണേ ഞങ്ങൾ എത്രത്തോളം അത് എന്താ പറയണ്ടേ സെറ്റപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഈ കുഞ്ഞൊരു വീഡിയോക്ക് വേണ്ടി ഞങ്ങൾ എത്രമാത്രം സെറ്റപ്പ് ചെയ്യുന്നുണ്ടെന്നോ അല്ലെങ്കിൽ അതെങ്ങനെ എടുക്കുന്നതെന്നുള്ള ബുദ്ധിമുട്ട് അറിയാം. അപ്പോൾ ഇത്രയും ഒരു ലൈഫ് സ്റ്റൈൽ ഒരു ആഴ്ച തന്നെ 5 or 6 വീഡിയോ ചെയ്തവർ അത് എന്തുമാത്രം അതിൻ്റെ ഇടയ്ക്ക് അവരവിടെ എൻജോയ് ചെയ്യുന്നത്. ലൈഫിന് എവിടെ സ്പേസ് ഉള്ളത്? ലൈഫ് അല്ല വ്ളോഗ് അല്ല ലൈഫ്. അതാണ് സത്യം. അവർ ഒരു സ്ഥലത്ത് കറങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ ആ വൈബ് അവർ എൻജോയ് ചെയ്യണം. അല്ലാതെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്നിടത്ത് എവിടെയാണ് വൈബ് എൻജോയ് ചെയ്യാൻ പോകുന്നത്? അത് നമുക്ക് കാണുമ്പോൾ നമ്മുടെ റീച്ച് ക്യാഷ് കൊണ്ട് ഈ ലോകത്ത് എന്താ പറയുക എല്ലാം മേടിക്കാം. പക്ഷെ ഹാപ്പിനെസ് മാത്രം വാങ്ങിക്കാൻ പറ്റത്തില്ല. കാശ് ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. ജീവിതം വേണമെങ്കിൽ ജീവിക്കണം നമ്മൾ തന്നെ. അതാണ് ശരിക്കുള്ളൊരു കാര്യം. നമുക്ക് ബേസിക്കലി പൈസ ഒന്നും അല്ല വേണ്ടത്, സന്തോഷവും സമാധാനമാണ് വേണ്ടത്. പീസ് ആൻഡ് ഹാപ്പിനെസ് ആണ് ഏറ്റവും ലോകത്തെ. ഇപ്പൊ ഒരു ഏജ് ഗ്രൂപ്പ് 20 to 25 അവരോട് ചോദിച്ചാൽ അവർക്ക് ജോലി, എക്സ്പ്ലോറിങ്, ഫുഡ്, അങ്ങനെ പൈസ കുറച്ചുകൂടെ ഒരു മെച്ചുവേർഡ് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ 30 years ഒക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബേസിക്കലി വേണ്ടത് സന്തോഷം സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണല്ലോ. സന്തോഷം സമാധാനം എപ്പോഴും ഉണ്ടാവണം, ആയുസ് ആരോഗ്യം എപ്പോഴും ഉണ്ടാവണം എന്നായിരിക്കണം നമ്മൾ നമ്മുടെ മക്കളും എപ്പോഴും എന്താ പറയണ്ടേ നല്ല രീതിക്ക് അല്ലെങ്കിൽ സന്തോഷത്തോടെയും ഹാപ്പിനെസ്. ഒരിക്കലും പൈസ ആയിരിക്കില്ല നമ്മുടെ പ്രയോറിറ്റി. പൈസ വരും പോകും. ഇല്ല പൈസ ഉണ്ട് ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ, ഇല്ല നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ കൂടെ. നിങ്ങളെ പൈസ അല്ലെങ്കിൽ ഇട്ടിട്ട് പോകുന്ന ഒരു ഫാമിലിയാണെങ്കിൽ അതിനകത്ത് എന്താ വാല്യൂ? നീ കഷ്ടപ്പെടുമ്പോൾ നിന്റെ കൂടെ ആരാണോ ഉള്ളത് അതാണ് നിന്റെ ഫാമിലി. ഇപ്പം നിന്നെ വിശ്വസിച്ച് വീട്ടിൽ നിന്ന് വന്നൊരു പെണ്ണാണോ അവളാണ് കൂടെ നിൽക്കുന്നെങ്കിൽ അതാണ് നിന്റെ ഫാമിലി. അല്ലാതെ സപ്പോർട്ട് ചെയ്യാതെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നതല്ല ഫാമിലി. ഇപ്പം ഇവന്റെ പ്രവീണിന്റെ കാര്യത്തിലായാലും ശരി, പ്രണവിന്റെ കാര്യത്തിൽ ശരി, ആട്ടപാത തെറ്റായാലും ശരി, ഈ ക്രൂഷ്യൽ ടൈമിൽ അവർ ഒറ്റയ്ക്ക് വിട്ടത് തെറ്റാണ്. സെക്കൻഡറി അച്ഛനും അമ്മയും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവരെയും കൂടെ നിർത്താത്ത പ്രവീണിന്റെ തെറ്റാണ്. ഇതിപ്പം ആരുടെയും അത് ന്യായീകരിച്ച് പറയുന്നതല്ല. പേഴ്സണൽ എക്സ്പീരിയൻസ് ആർക്കൊക്കെ വരുന്നു അവർക്കൊക്കെ ഈ വേദന മനസ്സിലാവൂ എന്ന് പ്രവീൺ പറയുന്നുണ്ട്. ശരിയായിരിക്കും, വന്നവർക്ക് മാത്രമേ എല്ലാ കാര്യങ്ങളും. ഞങ്ങൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് അല്ല, അതുകൊണ്ട് ഞങ്ങൾക്കും എല്ലാ കാര്യങ്ങളൊന്നും പറയാനൊന്നും ആവശ്യമില്ല. ഇപ്പം സപ്പോർട്ട് ചെയ്യുന്നവർ ചിന്തിക്കുക. ആരും റിയൽ ലൈഫിൽ ഒറിജിനൽ അല്ല, അവരുടെ റിയൽ ലൈഫ് ഇതൊന്നും അല്ല. ശരി, മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവുമായിരിക്കും. ഈ ചാനൽ ഞാനിപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് പറയാം, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ഞങ്ങളും കൂടി കയറി വരട്ടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ഒന്നുമല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് ആയിട്ട് കയറി വരാം. അതുവരയ്ക്കും ബൈ. കട്ട് ചെയ്ത്